ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ എ വേർഡ് ഫോർ ഹാപ്പിനെസ്. ഞങ്ങളുടെ തിരുവനന്തപുരം യാത്രയുടെ 4ാമത്തെ ഭാഗമാണിത്. ഒന്നുകൂടെ പറയട്ടെ, ഇതൊരു ട്രാവൽ വ്ളോഗല്ല, തിരുവനന്തപുരത്തെ സ്ഥലത്തിന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ളൊരു യാത്രയുമല്ല. ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു എക്സ്പീരിയൻസ് അത്രമാത്രം. വിഴിഞ്ഞം ബോട്ട് ജെട്ടിയിൽ ഞങ്ങൾ നേരെ പോയത് അവിടെ തൊട്ടടുത്തുള്ളൊരു ബീച്ചിലേക്കാണ്. ബീച്ചെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് തിരമാലകളെ തൊടാനൊന്നും സാധിക്കില്ല. ജസ്റ്റ് അവിടെ കുറച്ച് നേരം പുറത്ത് നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത് ഒന്ന് ചില്ലാവാം, അത്രേ പറ്റുള്ളൂ. മഴ പെയ്ത് കടൽ പ്രക്ഷുബ്ധമായ സമയമായിരുന്നത്. ഈ പ്രക്ഷുബ്ധം എന്നുള്ള വാക്ക് ഞാൻ വല്ലാണ്ട് കേട്ടത് നമ്മുടെ രേഷ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കടൽ പ്രക്ഷുബ്ധമായി എന്ന് പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. അതുവരെ ഞാൻ പേപ്പറിലൊക്കെ വായിച്ചുകൊണ്ടിരുന്ന സാധനം മാത്രമായിരുന്നു പ്രക്ഷുബ്ധം. എന്തായാലും നല്ല ശക്തിയോടെ കൂടെ തിരയടിക്കുന്നത് കൊണ്ട് കടലിലോട്ട് ഇറങ്ങാനും തിരമാലകളിൽ സ്പർശിക്കാനും ഒന്നും ആർക്കും കഴിഞ്ഞില്ല. ദൂരെ നിന്ന് നോക്കുമായിരുന്നു എല്ലാ ബീച്ചിലും പോയിട്ട്. ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് മറൈൻ അക്വേറിയത്തിലാണ്. പലതരം മീനുകൾ, എല്ലാത്തിനും പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഓർക്കുന്നില്ല. വരയുള്ളതും വരയില്ലാത്തതും, തടിച്ചതും മെലിഞ്ഞതും നീണ്ടതും കുറുകിയതും എന്നൊക്കെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള മീനുകളെയാണ് അവിടെ കണ്ടുമുട്ടിയത്. കുറേ പേര് ഞങ്ങൾ പരിചയപ്പെട്ടു, കുറച്ച് പേർക്ക് ഞങ്ങളെ പരിചയമുണ്ടായിരുന്നു. എന്തായാലും സമുദ്ര ഗവേഷണ വിദ്യാർത്ഥിനി നോക്കുന്നത് പോലെയാണ് രേഷ്മയും പിന്നെ നമ്മുടെ അരുണും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടാ മീനെ കണ്ടാ? അന്നേരം ഭംഗിയെ കാണാൻ. നമുക്കിതൊന്ന് ഓടിച്ച് വിടാം. അധിക നേരം മീനിനെ കണ്ടാലും ആർക്കും ബോറടിക്കും. മീനുകളൊക്കെ കണ്ട് സന്തോഷിച്ച് പുറത്തിറങ്ങി ഞങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റിയത് വലിയ ആമകളായിരുന്നു. ആമകൾ വെള്ളത്തിലിങ്ങനെ ആർമാദിച്ച് നടക്കുന്നത് കണ്ടിട്ട് കൊതിയോടെ നോക്കിയിരുന്നു. ഫോട്ടോക്കെല്ലാം പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അത്തരത്തിൽ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെള്ളത്തിൽ കിടന്ന് നീന്തുന്ന ഒരാമയാണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഈ ക്യാമറയിൽ അത്ര ക്ലിയർ ഇല്ല. നേരിട്ട് നോക്കുമ്പോൾ നല്ലോണം വൃത്തിക്ക് കാണാതെ വരുന്നുണ്ട്. അടുത്തേക്ക് വരുന്നുണ്ട്. വേണ്ട, നല്ല ചിത്രപ്പണികളൊക്കെ ഉള്ള തോടുകളോട് കൂടിയ ഒരു വലിയ ആമയാണിത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയായിരുന്നു. 1.5 മണിക്കൂർ ബോട്ടിൽ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു യാത്ര. കായലിൽ നിന്ന് കടലിലോട്ടുള്ളൊരു യാത്ര. ഇതാണ് പൂവാർ ബോട്ടിംഗ്. പൂവാർ ഐലൻഡിനിടയിലൂടെ നെയ്യാർ നദി ഒഴുകി അറബിക്കടലിൽ ചേരുന്ന അത്രയുമുള്ള ഒരു കാഴ്ച, അത്രയുമുള്ളൊരു യാത്ര. അതാണ് ഈ ബോട്ടിംഗ് നമുക്ക് തരുന്നത്. വെറുതെ ഒരു ബോട്ട് യാത്രയായിരുന്നില്ല, ഓരോ മിനിറ്റിലും മാറിക്കൊണ്ടുവരുന്ന കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടൽക്കാടുകളിലുള്ള യാത്ര എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. ഒരു കാടിൻ്റെ ഉള്ളിലൂടെ ഉണ്ടാവുന്ന യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വന്യതയില്ലേ, അത് ശരിക്കും അനുഭവപ്പെട്ടു ഈ യാത്രയിൽ. ഭയങ്കര മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഓരോ മിനിറ്റിലും ഓരോ കാഴ്ചകളായിരുന്നു. നമ്മുടെ റോഡിലൂടെ എല്ലാം പോകുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ഇടയ്ക്ക് ഇളനീരെല്ലാം കഴിക്കില്ലേ, അതുപോലെ ബോട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇളനീരിൻ്റെ കട കായലിൻ്റെ നടുവിൽ നിർത്തിയിട്ടിരിക്കുന്നത്, ഒരു ബോട്ടിൽ ഇളനീർ. ഇതൊക്കെ ഫ്ലോട്ടിംഗ് റിസോർട്ട്സാണ്. ഒരു ദിവസത്തേക്ക് 5,000 മറ്റോ ആണ് വാടക. ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ 1-2 ഇതിലൊക്കെ ആൾക്കാരെ കണ്ടു. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കാം അതിൽ താമസിക്കുമ്പോൾ. എപ്പോഴൊരു ആ നദിയുടെ
അല്ലെങ്കിൽ കടലിനോട് അടുത്ത് വരികയാണിപ്പോൾ. അതിൻ്റെ ഒരു അലയടിക്കുമ്പോഴുണ്ടാകുന്ന ഇളക്കമല്ല ശരിക്കും അതിൽ ഫീൽ ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അത് ഇളകുന്ന ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫ്ലോട്ടിംഗ് റിസോർട്ട് മാത്രമല്ല, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ. പഞ്ചാബി ധാബ അടക്കമുള്ള 1-2 റെസ്റ്റോറൻറ്റുകൾ അവിടെ കണ്ടു. വെജും നോൺ വെജും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ ബോട്ടുകൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കും നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ. ഞങ്ങൾ പ്രത്യേകിച്ച് ആവശ്യപ്പെടാൻ നിന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ദൂരെ നിന്ന് മാത്രം റെസ്റ്റോറൻറ്റുകളെല്ലാം കണ്ട് നിർവൃതി അടഞ്ഞു. ഇതാണ് നമ്മൾ ഇത്രയും നേരം കാത്തു നിന്നിരുന്ന ആ പോയിൻ്റ്. നമ്മുടെ നെയ്യാർ നദിയും അറബിക്കടലും കൂടെ ചേരുന്ന ആ പോയിൻ്റ്. അവിടെ ഒരു ഇച്ചിരി കടൽ മീൻസ് കരയുണ്ട്. അവിടേക്കാണ് ഈ അറബിക്കടൽ അടിച്ചു വരുന്നത്. അതേ പോയിൻറ്റിലോട്ടാണ് നമ്മുടെ നെയ്യാർ നദി ആ കായലിലൂടെ ഒലിച്ചു വന്നിട്ട് അവർ തമ്മിൽ കമ്പനി ആവുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അവിടുന്ന് ഞങ്ങളുടെ ബോട്ട് തിരിച്ചു വിട്ടു. ഞങ്ങളുടെ യാത്ര അടുത്ത ലക്ഷ്യത്തിലേക്ക്.